നന്ദനെ കാണാതായത് നിങ്ങളെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോണം. ആവശ്യമില്ലാത്ത ബഹളവും അന്വേഷണമൊന്നും വേണ്ട. അന്ന് ജഡ്ജി ഹരി കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇവിടെ വന്നത് മുതൽ ഈ കേസ് മറ്റേതൊക്കെയോ രീതിയിലേക്ക് മാറിയിരിക്കുക. അയാൾ വന്ന് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സ് പറഞ്ഞു അയാളെ സൂക്ഷിക്കണമെന്ന്. അയാളൊരു നിസ്സാരക്കാരനല്ല, സൂക്ഷിക്കണം. അയാൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നാണോ മാഡം പറയുന്നത്? ഉണ്ടെന്നല്ല, ഉണ്ടാവാം. ഒരു ഹൈക്കോടതി ജഡ്ജിയല്ല, ഒരു പോലീസ് ഓഫീസറാണ് മുമ്പിൽ ഇരിക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. ഓരോ ചോദ്യത്തിനും ഓരോ മൊനയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരിക്കലും നിയമം വിട്ട് കളിക്കില്ല ആൻറ്റി. പിന്നീടൊരു അന്വേഷണം വന്നാൽ പുള്ളി അത് വല്ലാതെ ബാധിക്കും. ഋഷി, മാഡം പറഞ്ഞത് നേരാ. നമ്മൾ തമ്മിൽ വെറുതെ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. ബെല്ല, നീ ഒന്ന് വിശ്വസിക്കുക. ഞാൻ സത്യം ചെയ്തു പറയാം. നന്ദന്റെ ഇപ്പോഴത്തെ മിസ്സിങ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് നിനക്കും വിശ്വസിക്കാം. ഇതിനെക്കുറിച്ചൊന്നും എനിക്കും അറിയില്ല. സോറി മാഡം, നന്ദനെ കാണാത്തതിന്റെ ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഐ എം റിയലി സോറി. ഏയ്, അതൊന്നും സാരമില്ല. ഏതൊരുത്തനെ പെട്ടെന്ന് കാണാതായതല്ലോ. എന്റെ മകനെ കൊന്നു എന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു കൊലപാതകിയാണ് നന്ദൻ. അവൻ എന്തെങ്കിലും സംഭവിച്ചാ അതിനുത്തരവാദിത്വം നിങ്ങൾ 3 പേർക്കും തന്നെയാ. ഒരു പക്ഷേ ഒരു കൊലപാതക കേസില് നിങ്ങൾ 3 പേരും പെട്ടുപോകും. അയ്യോ ഇല്ല മാഡം, നന്ദൻ അങ്ങനൊന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ പാടില്ല. ശരി, നന്ദൻ എവിടെയാണുള്ളതെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാന്നുള്ളതാണ് അടുത്ത കാര്യം. അവൻ ആരുടെ കസ്റ്റഡിയിലാണെന്ന് വ്യക്തമായിട്ട് അറിയണം.